ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കേരളത്തിൽ കുറേയായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രശ്നം ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ എടുക്കുന്ന ഒരു നിലപാട് പ്രശ്നമായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഈ വിധി വരുന്നത്. ഇതാവട്ടെ, ഈ രണ്ട് നിയമനങ്ങളും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതാണ്. അതിനെതിരെ വിധി വന്നു കഴിഞ്ഞ് ഈ അപ്പീലുമായി പോയത് ഇപ്പോഴത്തെ ഗവർണറാണ്. രണ്ട് ഗവർണർമാർക്കും തിരിച്ചടി, മുഖമടച്ച് അടി എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിധിയെ മുതിർന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജേക്കബ് ജോർജ് എങ്ങനെയാണ് കാണുന്നത്? കാരണം അത് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ പങ്ക്, ജനങ്ങളുടെ അധികാരം, ജനങ്ങളുടെ അവകാശം, അതിനേക്കാൾ അപ്പുറത്ത് ജനപ്രതിനിധികൾക്ക് നിയമസഭയിൽ അവരുടെ നിലപാടുകൾക്ക്, അവരുടെ തീരുമാനങ്ങൾക്കുള്ള വില, അതിനൊക്കെയും വില കൽപ്പിച്ചുകൊണ്ട്, അതിനൊക്കെയും പ്രാധാന്യവും പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതിയുടേത്. സിംഗിൾ ബെഞ്ചിൻ്റേതാണെങ്കിലും ഇന്ന് വന്ന ഡിവിഷൻ ബെഞ്ചിൻ്റേതാണെങ്കിലും ഇതിനെ തരിമ്പും പരിഗണിക്കാൻ, ഇതിന് പുല്ല് വില പോലും നൽകാതിരിക്കാനാണ് നമ്മുടെ രണ്ട് ഗവർണർമാർ, കേരളത്തിൽ ഭരിച്ച രണ്ട് ഗവർണർമാർ തീരുമാനിച്ചത്, നടപടി സ്വീകരിച്ചത്. നോക്ക്, ഷുജിഖാൻ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമാണ്. സർവകലാശാല ഭരണം കുത്തഴിഞ്ഞില്ലേ ഒറ്റയാഴ്ച കൊണ്ട്. അതും എങ്ങാണ്ടിരുന്നൊരു താൽക്കാലിക വി സി ഇവിടെ കയറി വന്നിട്ട് ഇവിടെ നിയമിക്കപ്പെട്ട് ഒരാഴ്ച കൊണ്ട് അതെല്ലാം ഒരുവിധമൊക്കെ എങ്ങനെ ശരിയാക്കി കൊടുത്തു. അതാണ് ഒരു ഉത്തരവാദിത്വമില്ല, ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്വമില്ല, സർവകലാശാലയുടെ ഉത്തരവാദിത്വമില്ല, സെനറ്റിനോടും സിൻഡിക്കേറ്റിനോടും ഒരു ഉത്തരവാദിത്വമില്ല. ആ കൂടി അവരുടെ ഉത്തരവാദിത്വം അവരെ നിയമിച്ച യജമാനനോടാണ്, അവരെ നിയമിച്ച യജമാനന്മാരോടാണ്. അല്ലാതെ വേറെ യാതൊരു ഉത്തരവാദിത്വവും ഒരു കടമയും ആരോടുമില്ല. എങ്ങനെയാണ് സിസ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വന്നത്? നോക്കിയാൽ പിൻവാതിൽ കൂടി, ഗവർണർ തുറന്നു കൊടുത്ത വാതിൽ കൂടിയാണ് കയറി വന്നത്. എന്തവകാശം? അതാണ് ഗവർണറുടെ കണ്ണ് തുറപ്പിക്കുമെങ്കിൽ തുറപ്പിക്കേണ്ടത് അതാണ്. അതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുന്നത്. ഈ പിൻവാതിൽ നിയമനം അതെവിടെ? സർവകലാശാല വി സി സ്ഥാനത്തേക്ക്. എന്നിട്ട് ആ വി സി ചെയ്തതോ സിസ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. നമ്മൾ കേരളം വളരെ 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 പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഞാനത് തുടങ്ങിയപ്പോൾ 2021 ആണ് അത് തുടങ്ങിയത്. അത് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് വിദ്യാഭ്യാസ രംഗത്തൊരു താല്പര്യമുണ്ട്. മുമ്പൊക്കെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ, സെനറ്റ് യോഗം ചേരുമ്പോഴൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് മാതൃഭൂമി ലേഖനം എന്ന നിലയ്ക്ക്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു താല്പര്യമാണത്. ഡോക്ടർ സജീവ് ഗോപിനാഥ് അതിൻ്റെ വി സി ആവുന്നു. അദ്ദേഹം ചെയ്തത് ഒരു വലിയ കാര്യമാണ്. അത് നമ്മുടെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഈ സർവകലാശാലയിൽ അത് സാധാരണ പോലെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് നോക്കി ഓരോ മാസവും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, അവിടുത്തെ പൂന്തോട്ടത്തിലെ പുൽച്ചെടി വെട്ടണമെങ്കിൽ ഒക്കെയും സർക്കാർ കനിയണം എന്ന സാധാരണ സർവകലാശാലകൾ ചെയ്യുന്നത് പോലെയുള്ള നിലപാട് മാറ്റിയിട്ട് അധ്യാപകരെ കൊണ്ട് ലോകത്തെമ്പാടുമുള്ള ആധുനിക സർവകലാശാലകളിൽ വലിയ ഗവേഷണങ്ങൾ നടക്കുന്നത് സർവകലാശാലകളിലാണ്. അമേരിക്കൻ സർവകലാശാലകളിൽ ഒക്കെയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ സർവകലാശാലയിൽ ഇതുപോലെയുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കണം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സമ്പാദിക്കണം നമ്മുടെ സർവകലാശാലയിലെ പ്രൊഫസർമാർ, അവിടുത്തെ ഗവേഷകർ ഒക്കെയും ചെയ്യണം. അങ്ങനെയാണ് ഗ്രാഫീൻ റിസർച്ച് തുടങ്ങിയത്. ആ ഗ്രാഫീൻ റിസർച്ച് ഡോക്ടർ അലക്സ് ജെയിംസ്, അതുപോലെ വലിയ ലോക പ്രശസ്തരായ രണ്ടുപേരും കൂടിയാണ് ഡയറക്ടർമാർ, പ്ലസ് സജീവ് അന്നത്തെ വി സി. എന്നിട്ട് ഇതൊക്കെ തട്ടിപ്പ് കച്ചവടമാണെന്നാണ് ഈ താൽക്കാലിക വി സി ഗവർണർക്ക് എഴുതിയ കത്ത്. NBC അത് വായിക്കണം. നമ്മളൊക്കെ വിഷമിച്ചു പോവും. കേരളത്തിൽ ഒരു സർവകലാശാലയുടെ വി സി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന വലിയ സ്വപ്നങ്ങളോട് തുടങ്ങിയ ആ യൂണിവേഴ്സിറ്റി, ആ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, അവിടെ ആധുനിക രീതിയിൽ ഞാനവിടെ അന്വേഷിച്ചു നടത്തുന്ന ഗവേഷണങ്ങൾ. അത് ഒരു കമ്പനിയാണ്, കമ്പനിക്ക് ഫണ്ട് കിട്ടുകയുള്ളൂ. സർവകലാശാലയ്ക്ക് അങ്ങനെ ഫണ്ട് കിട്ടത്തില്ല. സർവകലാശാലയ്ക്ക് സർക്കാരിൽ നിന്നേ ഫണ്ട് കിട്ടുകയുള്ളൂ.
അതിനപേക്ഷിക്കുന്നത് സ്വകാര്യ കമ്പനി രൂപീകരിച്ചിട്ടാണ്. അതൊക്കെ തട്ടിപ്പാണെന്ന് ഗവർണർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ സിസ തോമസ്, താൽക്കാലിക VC. ജേക്കബ് ജോർജ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളൊക്കെ ഞെട്ടലോടുകൂടി തിരിച്ചറിയുകയാണ്. ഇന്ന് കോടതിയുടെ ഒരു വാക്യം ഇവരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ മുഴങ്ങുന്നുണ്ട്. VCയുടെ ഉത്തരവാദിത്വം സർവകലാശാലയോടായിരിക്കണം. തങ്ങളെ നിയന്ത്രിച്ച ആരോടെങ്കിലും ആയിരിക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ വരികൾക്കിടയിൽ നമ്മളത് വായിക്കണം. സർവകലാശാലകൾ തകർക്കാനുള്ള അജണ്ടയോടുകൂടിയാണ് താൽക്കാലിക VCമാർ പ്രവർത്തിച്ചത് എന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന ആ വാർത്ത. ഞാനും കണ്ടിരുന്നത് ആ വാർത്തയാണ് ജേക്കബ് ജോർജ് സൂചിപ്പിക്കുന്നത്. അതാണ് NBC ഒരു വാചകം കൂടെ. അതിന് കാരണമുണ്ട്. കേരളം ഈ ഗവർണർമാർക്കറിയാം, ഈ യജമാനന്മാർക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് 1957 മുതൽ കേരളം തുടരുന്ന കുറേ ഗംഭീരമായ ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലം മുതൽ നടന്ന പരിഷ്കാരങ്ങൾ, വിദ്യാഭ്യാസ ബില്ല്, അവിടുന്ന് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും കേരളം തുടങ്ങി വെച്ച വലിയ മാതൃകാപരമായ കാര്യങ്ങൾ തുടങ്ങിയ വിദ്യാലയങ്ങൾ പിന്നീട് മുസ്ലിം ലീഗ് നടത്തി കേട്ടോ. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ 67-ൽ EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ധാരാളം സ്കൂളുകൾ മലപ്പുറത്തും തുടങ്ങി. അത് കാര്യം വേറെ. അങ്ങനെ വന്ന് പുരോഗമിച്ച് വളർന്നു വന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കിയെങ്കിൽ മാത്രമേ BJPക്കും സംഘപരിവാറിനും ഈ ഗവർണറൊക്കെ പറയുന്ന പിന്തിരിപ്പൻ ശക്തികളുണ്ടല്ലോ, ചിന്തകൾ, ആ ചിന്തകൾക്കും ഇവിടെ വേരോടാൻ കഴിയൂ എന്ന് കണ്ടിട്ട് മനഃപൂർവ്വം കണക്ക് കൂട്ടി ചെയ്യുന്ന നടപടികളാണ്. ഇതൊന്നും ആസൂത്രണമില്ലാതെ ചെയ്യുന്നതല്ല. സിസ തോമസിൻ്റെയും ഒക്കെ പിന്നിൽ, ഈ മോഹൻ കുന്നുമ്മലിൻ്റെ ഒക്കെ പിന്നിൽ ഇതുപോലെയുള്ള ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. NPC